ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ തീരത്ത് പുതുച്ചേരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പോണ്ടിച്ചേരിയിലേക്കാണ്. പോണ്ടിച്ചേരിയുടെ ഔദ്യോഗിക നാമം പുതുച്ചേരി എന്നാണ് കേട്ടോ. കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് പോണ്ടിച്ചേരിയിലേക്ക് 6.5 മണിക്കൂറാണ് യാത്ര വരുന്നത്. 379 കിലോമീറ്റർ. ട്രെയിനിനെക്കാട്ടിലും ബസ്സിൻ്റെ അവൈലബിലിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് ബസ്സാണ് ചൂസ് ചെയ്തത്. ഏതാണ്ട് ഒരു 10:30 ആയപ്പോഴേക്കും നമ്മുടെ ബസ് എത്തി. നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. രാവിലെ പോണ്ടിച്ചേരി എത്തുമ്പോഴേക്കും ഒന്ന് ഉറങ്ങി ക്ഷീണം തീർക്കാനൊക്കെ ഇങ്ങനെ സ്ലീപ്പർ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. വഴിയിൽ ഒരു തവണ റെസ്റ്റ് റൂം പോകാനൊക്കെ ആയിട്ട് ബസ് നിർത്തുണ്ടായി. നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ചെറുതായിട്ടൊരു മഴയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ ചിലയിടത്ത് എത്തിയപ്പോൾ അത്യാവശ്യം നന്നായി തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ നമ്മൾ പോണ്ടിച്ചേരി എത്തിയപ്പോഴേക്കും മഴ അത്യാവശ്യം നിന്ന് യാത്ര ബുദ്ധിമുട്ടിക്കുമോ എന്നുള്ള ടെൻഷനൊന്ന് ഒഴിവാക്കി തന്നു. ബസ് ഇറങ്ങിയതും നമ്മൾ ആദ്യം പോയിട്ട് ഒരു വണ്ടി റെൻറ്റിനെടുത്തു. ശേഷം ആ വണ്ടിയിൽ നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് പോയി റൂം ബുക്ക് ചെയ്തു. അതിനുശേഷം ഒട്ടും സമയം കളയാതെ നമ്മൾ പോണ്ടിച്ചേരിയുടെ പ്രഭാത കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്. 1674 ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരിയിൽ എത്തുന്നതും വ്യാപാരം ആരംഭിക്കുന്നതും. പിന്നീട് ഫ്രഞ്ചുകാർ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ഫ്രഞ്ച് കോളനിവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിന് ശേഷം കിഴക്കിൻ്റെ ഫ്രഞ്ച് റിവിയേര എന്ന പ്രാധാന്യം പോണ്ടിച്ചേരി നേടി. പല വർഷങ്ങളോളം ഫ്രഞ്ച് ഭരണത്തിൽ തുടർന്ന പോണ്ടിച്ചേരി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് 1954 ഇന്ത്യയുമായിട്ട് ചേരുന്നത്. ഇന്ന് പുതുച്ചേരി ഫ്രഞ്ച് ശൈലിയും ഇന്ത്യൻ സംസ്കാരവും ഒന്നിച്ചു ചേരുന്ന ഒരു സവിശേഷ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. പോണ്ടിച്ചേരിയിലെ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പ്രഭാതം ആസ്വദിക്കാനായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് റോക്ക് ബീച്ച് അഥവാ പ്രൊമനൈഡ് ബീച്ചാണ്. നമ്മുടെ സെലക്ഷൻ ഒട്ടും മോശമായില്ല. നല്ലൊരു പ്രഭാത വ്യൂ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പുതുച്ചേരി നഗരത്തിൽ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള പ്രശസ്തമായിട്ടുള്ള കടൽ തീരാണ് റോക്ക് ബീച്ച്. പോണ്ടിച്ചേരിയിലെ 1.2 കിലോമീറ്റർ നീളമുള്ള ഇത് വാർ മെമ്മോറിയലിൽ നിന്ന് ആരംഭിച്ചിട്ട് ഗൗബർട്ട് അവന്യൂവിലെ ഡുപ്ലെക്സ് പാർക്ക് വരെ നീണ്ടു കിടക്കുന്നതാണ്. ഓൾഡ് ലൈറ്റ് ഹൗസും യുദ്ധസ്മാരകവും മഹാത്മാഗാന്ധി പ്രതിമയും എല്ലാം കണ്ടുകൊണ്ട് കുറച്ചു നേരം ബീച്ച് റോഡിലൂടെ നടന്ന് നമ്മൾ അവിടെ നിന്നും തിരിച്ച് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പുറപ്പെട്ടു. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങണം എന്നാണല്ലോ. പോണ്ടിച്ചേരിയുടെ ഒരു കലാചരിത്ര മ്യൂസിയമാണ് പോണ്ടിച്ചേരി മ്യൂസിയം. ചോള സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലെ നഷ്ടപ്പെട്ട സൂക്ഷ്മമായ മെഴുക് വെങ്കല ശേഖരത്തിന് ഇവിടം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ് പ്രവർത്തന സമയം. മ്യൂസിയത്തിൻ്റെ ശേഖരത്തിൽ 81 ചോള വെങ്കല ശില്പങ്ങൾ ഉൾപ്പെടുന്നു. ചോള വെങ്കല ശേഖരങ്ങളിൽ ഏറ്റവും വലുതായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. മറ്റു പുരാവസ്തു ശേഖരവും പോണ്ടിച്ചേരിയുടെ ചരിത്രവും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശേഷം നമ്മൾ പോയത് ഭാരതി പാർക്കിൻ്റെ കാഴ്ചകളിലേക്കാണ്. പാർക്കിലേക്കുള്ള വഴിയിലെല്ലാം ധാരാളം കലാകാരന്മാരെയും അവരുടെ സൃഷ്ടികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭാരതി പാർക്കിൻ്റെ മധ്യത്തിനായിട്ട് സ്ഥിതി ചെയ്യുന്ന വെളുത്ത സ്മാരകമായിട്ടുള്ള ആയി മണ്ഡപമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഫ്രാൻസ് ചക്രവർത്തിയായിട്ടുള്ള നെപ്പോളിയൻ മൂന്നാമൻ്റെ കാലത്താണ് ഇത് നിർമ്മിക്കുന്നത്. ഫ്രഞ്ച് കൊളോണിയൽ ഭരണകാലത്ത് നഗരത്തിന് ജലവിതരണം നടത്തിയതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ സ്മാരകം. നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി ഒരു ജലസംഭരണി നിർമ്മിക്കാൻ സ്വന്തം വീട് നശിപ്പിച്ച ആയി എന്ന വേശ്യയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പാർക്കിലൂടെ കറങ്ങി നടന്ന് കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവിടുന്ന് മടങ്ങിയത്. ശേഷം പുതുച്ചേരിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയായിട്ടുള്ള അരിയൻകുപ്പം കമ്മ്യൂണിലെ കാക്കേന്തോപ്പിലുള്ള ഒരു പുരാവസ്തു സ്ഥലമായിട്ടുള്ള അരികമേട്ടിലേക്കാണ് നമ്മൾ യാത്ര തിരിച്ചത്. ഇന്ത്യയിലെ ഒരു പ്രധാന പുരാവസ്തു കേന്ദ്രമായിട്ടുള്ള ഈ സ്ഥലം പുരാതന കാലത്ത് ഒരു അന്താരാഷ്ട്ര വ്യാപാര തുറമുഖമായിരുന്നു. പ്രത്യേകിച്ച് ആൻഷ്യൻ റോം രാജ്യവുമായി വ്യാപാര ബന്ധം പുലർത്തിയിരുന്നു. ഇവിടെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ പ്രകാരം അരികമേട് പൊഡൌക്കി എന്നറിയപ്പെടുന്ന ഒരു പുരാതന തുറമുഖമായിരുന്നു എന്ന് കണ്ടെത്തി. ഖനനങ്ങളിൽ നിന്ന് ആംഫോറ, അറേറ്റ്യൻ പാത്രങ്ങൾ, റോമൻ വിളക്കുകൾ, ഗ്ലാസ് വസ്തുക്കൾ, മണികൾ, രത്നങ്ങൾ തുടങ്ങിയവയെല്ലാം ലഭിച്ചു. ഇതെല്ലാം ഇവിടം ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നുവെന്ന് തെളിയിക്കുന്നു. കുന്ന് വടക്കും തെക്കുമായി വിഭജിക്കപ്പെട്ടിരുന്നു. വടക്കൻ ഭാഗത്ത് കണ്ടെത്തിയ പാചകപാത്രങ്ങൾ വ്യാപാരികൾക്കും നാവികർക്കും ഭക്ഷണം ഒരുക്കുന്നതായി സൂചിപ്പിക്കുന്നു. തെക്കൻ ഭാഗത്ത് കണ്ടെത്തിയ വലിയ സംഭരണശാലകളും കൂടാതെ കുളങ്ങളും ഡ്രെയിനേജ് സംവിധാനങ്ങളും ഡൈയിങ് പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നുവെന്ന തെളിവുകളാണ്.
ഈ കണ്ടെത്തലുകൾ പ്രകാരം അരിക്കമേട് ഒരു യവന വ്യാപാര കേന്ദ്രമായതോടൊപ്പം വിവിധ സംസ്കാരങ്ങൾ സഹവസിച്ചിരുന്ന ഒരു പുരാതന നഗരമായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ശേഷം നമ്മൾ റൂമിൽ പോയി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഉച്ചഭക്ഷണത്തിനായിട്ട് പോണ്ടിച്ചേരിയിലെ മലയാളി ഹോട്ടലായിട്ടുള്ള എൻ്റെ നാട്ടിലേക്കാണ് പോയത്. പോണ്ടിച്ചേരിയിൽ എത്തിയ മലയാളികൾക്ക് കേരള ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് പോലെ നമുക്ക് പോകാവുന്ന ഒരിടമാണ് എൻ്റെ നാട്. അവിടെ നിന്ന് അസലായിട്ടൊരു ചട്ടിച്ചോറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പോണ്ടിച്ചേരിയുടെ കാഴ്ചകളിലേക്ക് ഇറങ്ങി. അടുത്തതായിട്ട് നമ്മൾ പോകുന്ന സ്പോട്ട് പോണ്ടിച്ചേരിയിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ വരുന്നുണ്ട്. ചുന്നമ്പാർ എന്ന സ്ഥലത്തുള്ള പാരഡൈസ് ബീച്ചിലേക്കാണ്. ഗോൾഡൻ സാൻഡും ക്ലീൻ വാട്ടറിനാലും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് പാരഡൈസ് ബീച്ച്. ചുന്നമ്പാർ ബോട്ട് ഹൗസിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ബോട്ട് മാർഗം മാത്രമാണ് നമുക്ക് പാരഡൈസ് ബീച്ചിലേക്ക് പോകാനായിട്ട് സാധിക്കുക. നമ്മൾ 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ബോട്ടിലേക്കുള്ള അത്രയും ആളായിക്കഴിഞ്ഞാൽ മാത്രമേ ബോട്ട് പുറപ്പെടുള്ളൂ. അതുവരെ നമ്മൾ അവിടെ സൈഡിൽ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഈ കായലിലൂടെ ബോട്ട് മാർഗം യാത്ര ചെയ്താലാണ് നമുക്ക് പാരഡൈസ് ബീച്ചിൽ എത്താനായിട്ട് സാധിക്കുക. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു ബോട്ടിലേക്കുള്ള യാത്രക്കാരെത്തി. അതിനാൽ നമ്മുടെ ബോട്ട് പുറപ്പെട്ടു. കാഴ്ചകൾ ആസ്വദിച്ചും ബോട്ടിലിരുന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തെല്ലാം നമ്മൾ ആ യാത്ര മനോഹരമാക്കി. ബോട്ട് ഇറങ്ങുന്നിടത്തുനിന്ന് അധിക ദൂരത്തിലല്ലാതെ തന്നെ നമുക്ക് ബീച്ച് കാണാനായിട്ട് സാധിക്കും. കുറച്ച് നേരം നടന്നാൽ നമുക്ക് ബീച്ചിൻ്റെ അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും. ബീച്ചിലെ തിരമാലകളേക്കാൾ അപ്പോൾ ഏറ്റവും ആകർഷിച്ചത് അവിടങ്ങളായിട്ട് കെട്ടിയിട്ടുള്ള ഏറുമാടങ്ങളായിരുന്നു. ശേഷം ഒരു ഏറുമാടത്തിൽ സ്ഥാനം ഉറപ്പിച്ച് അവിടെ ഇരുന്ന് നമ്മൾ കുറച്ച് നേരം ബീച്ച് ആസ്വദിച്ചു. മഴക്കാർ മൂടിയ നല്ല കാറ്റുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. ഏറുമാടത്തിന് മുകളിലിരുന്നുകൊണ്ട് ബീച്ചിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിരീക്ഷിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു ടൈമായിരുന്നു അത്. ശേഷം നമ്മൾ ബീച്ചിലെ കാഴ്ചകളിലേക്കായിട്ട് ഇറങ്ങി കുറച്ച് നേരം കടലിലൊക്കെ കളിച്ചു. അതിനുശേഷം തൊട്ടടുത്ത് ഉള്ള ഫുഡ് സ്പോട്ട്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പോയി. പക്ഷേ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസോ ഫുഡ് സ്പോട്ട്സോ ഒന്നും ഇല്ല എന്നുള്ളത് ഈ ഒരു ബീച്ചിൻ്റെ ഡ്രോബാക്കാണ്. ശേഷം നമ്മൾ ബോട്ട് ഇറങ്ങിയ അതേ സ്ഥലത്ത് പോയിട്ട് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ബോട്ട് എത്തി. തിരിച്ചു വരുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വണ്ടി എടുക്കാനായപ്പോഴേക്കും ചെറുതായിട്ട് മഴ ചാറിയപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. ശേഷം നമ്മൾ പോണ്ടിച്ചേരിയിലെ ന്യൂ ലൈറ്റ് ഹൗസ് കാണാനായിട്ടാണ് പോയത്. അവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാനൊന്നും സാധിച്ചില്ല. പുറത്തു നിന്ന് കണ്ടു.
ശേഷം തൊട്ടടുത്തുള്ള മറീന ബീച്ച് എന്നറിയപ്പെടുന്ന ബീച്ചിലേക്കാണ് പോയത്. ഇവിടെ നമ്മൾ ബീച്ചിനെക്കാട്ടിലും തൊട്ടടുത്തുള്ള ഫുഡ് സ്പോട്ട്സാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അവിടെ നിന്ന് നമ്മൾ പലതരം ഫുഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ഷോപ്പിൽ നിന്നായിട്ട് പല പല വെറൈറ്റീസ് നമ്മൾ ട്രൈ ചെയ്തു. അതിനിടയ്ക്ക് അത്യാവശ്യം കനത്തിൽ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലേസ് ഒത്തിരി പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന, നിറയെ ഗെയിംസും ആക്ടിവിറ്റീസും ഫുഡ് സ്പോട്ട്സും ഉള്ള കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളൊരു സ്പേസാണ്. നിറയെ ഷോപ്സ് ഇവിടെ ഉണ്ട്. അതിൽ എവിടുന്ന് എന്ത് കഴിക്കണം നമ്മൾ കൺഫ്യൂഷനായി പോവും. എന്തായാലും നല്ല മഴ സമയത്ത് കുറച്ച് സീ ഫുഡ്സ് എല്ലാം നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ജ്യൂസസ്. പോണ്ടിച്ചേരിയിൽ വന്നതിൽ ഫുഡ് സ്പോട്ട്സ് നോക്കുമ്പോൾ ഈ ഒരു പ്ലേസ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരുട്ടിയതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. അതിനുശേഷം നമ്മൾ പോണ്ടിച്ചേരി ഫസ്റ്റ് ഡേയിലെ ലാസ്റ്റ് സ്പോട്ടായിട്ടുള്ള മിഷൻ സ്ട്രീറ്റിലേക്കാണ് പോയത്. അവിടെ നമുക്ക് പോണ്ടിച്ചേരിയിൽ അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നൊരു സ്പോട്ടാണ്. പക്ഷെ നല്ല തിരക്കായിരുന്നു. 1-2 സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു. അങ്ങനെ പോണ്ടിച്ചേരിയിൽ ആദ്യ ദിനം മനോഹരമായിട്ട് ഇവിടെ അവസാനിക്കുകയാണ്.